അവർക്ക് ചെയ്യാൻ പറ്റൂ. അത് പിന്നെ തോട്ടിലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നമില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല. പകൽ വീടിന്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ എന്താ നടക്കുന്നത് ശരിക്കും? പകൽ വീട് ഞങ്ങളുടെ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഒരു സർവേ നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം. കുടുംബശ്രീയും ഹോസ്പിറ്റലുമായിട്ട് ചേർന്നുകൊണ്ടാണ് സർവേ നടത്തിയപ്പോൾ ഞങ്ങൾ 1000 വീടുകളെയാണ്, ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 4532 ഫാമിലീസ് ആണുള്ളത്. അതിൽ ഒരു 1000 വീടുകളെ ഞങ്ങൾ സെലക്ട് ചെയ്തു. ആ 1000 വീടുകളിലാണ് ഈ കുടുംബശ്രീക്കാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ജീവനക്കാരും കൂടെ സർവേ നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത്, ഒന്ന് ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസായി മാറിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ജോലിക്ക് പോകും, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ കൂലിപ്പണി എന്തിനെങ്കിലും പോയാൽ, മക്കൾ സ്കൂളിലും പോയാൽ അവരുടെ കാർന്നോമാര് ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒറ്റപ്പെടല് ഞങ്ങളുടെ ഡോക്ടർ ആ ഒരു പഠന റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നത് വിഷാദ രോഗം അടക്കമുള്ള വല്ലാത്ത മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഈ പ്രായമായ കാർന്നോമാര് അനുഭവിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അവരെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഒപ്പം പകൽ സമയം വിനോദത്തിനും വിശ്രമത്തിനും നല്ല ഭക്ഷണവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു ഒത്തുകൂടലിന്റെ കേന്ദ്രമാക്കി പകൽ മാറണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ പകൽ വീട് തുടങ്ങിയത്. ഈ പാമ്പാക്കട പ്രദേശം ഈ പൈനാപ്പിൾ വരുന്നതിന് മുമ്പേ ഏറ്റവും പ്രസിദ്ധമായിരുന്ന ഏറ്റവും നല്ല ഏത്തക്കൊല വരുന്ന സ്ഥലമായിരുന്നു. ഏത്തവാഴ കൃഷിക്ക് പേരുകേട്ടൊരു സ്ഥലമായിരുന്നു പാമ്പാട്. അതുപോലെ തന്നെ പച്ചക്കറി എറണാകുളം മാർക്കറ്റിൽ മാത്രമല്ല കോട്ടയം മാർക്കറ്റിൽ വരെ ഇതിൻ്റെ സംഗതി വളരെ കൂടുതൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോഴ് ഏത്തവാഴയ്ക്ക് വലിയ പ്രിയം വരികയാണ്. ഇന്ത്യ മാത്രമല്ല, ചൈനയും ഫിലിപ്പൈൻസും എല്ലാം ഈ ഏത്തവാഴ കൃഷി ചെയ്ത് അവർ കയറ്റുമതി വരെ ചെയ്യുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത് ഏത്തവാഴ കൃഷി. എന്തുകൊണ്ട് നിങ്ങൾ ഏത്തവാഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല? ഇപ്പോൾ ഞങ്ങളുടെ 103 അയൽക്കൂട്ടങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 76 അയൽക്കൂട്ടങ്ങൾ കാർഷികമായി ഉപത്തൊഴിലായി കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. അവരിൽ തന്നെ 32ഓളം വരുന്ന അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ പച്ചക്കറി, അതുപോലെ ഏത്തവാഴ, ചേന തുടങ്ങിയ കൃഷിയിലേക്ക് പോന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മിക്കവാറും പൈനാപ്പിൾ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന റബ്ബർ തോട്ടങ്ങളിലാണ്. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ഇപ്പോൾ വരുന്ന ഒരു വലിയ പ്രതിഭാസം, ആരും റീപ്ലാന്റിങ് നടത്തുന്നില്ല. റീപ്ലാന്റിങ് നടത്തിയാലേ നിങ്ങൾക്ക് ഈ ചുമ്മാ ഭൂമി കിട്ടുള്ളൂ. അപ്പോൾ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഏരിയ കിട്ടുന്നതിന് ഒരു ഇടിവ് സംഭവിച്ചാൽ അതിന് തകരാറ് വരാത്ത രീതിയിൽ നിങ്ങൾ ഏത്തവാഴ വികസിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത് സംഘങ്ങളുടെ എണ്ണം 103 ആകെ അംഗങ്ങൾ 1939 പേരിൽ സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു 52 പേരേ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റ് ഞങ്ങളുടെ പ്രദേശത്ത് എടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിലെ 77 അയൽക്കൂട്ടങ്ങൾക്ക് 50% സബ്സിഡിയോടുകൂടി പഞ്ചായത്ത് തന്നെ കോഴിയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇത് നമ്പർ വരുമ്പോൾ അവരതേം കൂടി സ്വയം പര്യാപ്തരായി. ആ നമ്പർ കൂടി ഇതല്ല, പൈനാപ്പിൾ അല്ലാതെ വേറെ ഒന്നിലേക്കും ശ്രദ്ധയില്ല അല്ലേ? പൈനാപ്പിൾ ഉണ്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റബ്ബർ കുടുംബശ്രീക്കാർ ചെയ്യുന്നില്ല. പൈനാപ്പിൾ ഉണ്ട്, ഏത്തവാഴയുണ്ട്, ചേനയുണ്ട്, മരച്ചീനിയുണ്ട്, പിന്നീടുള്ള ഗാർമെന്റ്സ് യൂണിറ്റുകളുണ്ട്, പപ്പടം നിർമ്മിക്കുന്ന യൂണിറ്റ് ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന യൂണിറ്റുകളുണ്ട്. ഇതെല്ലാം കുടുംബശ്രീയുമായി പക്ഷേ പകൽ വീടൊക്കെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി. വളരെ ദൃഢനിശ്ചയമുള്ള വാക്കുകൾ, അതുകൊണ്ട് തന്നെ പ്രവൃത്തിയും അത് തന്നെ ആയിരിക്കും. ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രസിഡന്റ്. അഭിമാനം തോന്നുന്നു, ഒപ്പം സന്തോഷവും. വന്നപ്പോൾ അതേ സന്തോഷമാണോ അതിനേക്കാളും കൂടുതൽ സന്തോഷമാണ്? അല്പം കൂടി സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിന്റെ വികസന കാഴ്ചപ്പാട് കേരളത്തിലാകെ ചിത്രീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥയേക്കാൾ കുറെ കൂടി സന്തോഷമുണ്ട്. ഈ സന്തോഷം മാർക്കോടെ കേൾക്കുമ്പോൾ ഇത്രയോടെ കൂടട്ടെ എന്ന് ആശംസിക്കുന്നു. ആർ വി ജി മാഷ്. 15-ൽ 12.5, 15-ൽ 13, 10-ൽ 8, 10-ൽ 8, 10-ൽ 8. പാമ്പാക്കുടയ്ക്ക് 60-ൽ 49.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. സന്തോഷം കൂടിയല്ലോ അല്ലേ? സന്തോഷം. എന്തായാലും പാമ്പാക്കുടയുടെ പദ്ധതികളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് PBKD സ്പേസ് 10-ൽ നിങ്ങൾ നിൽക്കുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ആഴ്ചച്ചന്തകൾ ഏറെക്കുറെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് കാലത്ത് ഗ്രാമീണർ തങ്ങളുടെ കയ്യിൽ അധികമുള്ള സാധനങ്ങൾ വിൽക്കുകയും ആവശ്യമുള്ളവ വാങ്ങുകയും ചെയ്തിരുന്നത് ഇത്തരം ചന്തകളിൽ വെച്ചായിരുന്നു. മലയാളികൾ ചായ കുടി തുടങ്ങിയിട്ടില്ലാത്ത ആ കാലത്ത് ഉപ്പ് മാത്രമേ പുറത്തുനിന്ന് കൊണ്ടുവരികയുണ്ടായിരുന്നുള്ളൂ.
കേരളത്തിലെ സ്വയം പര്യാപ്ത ഗ്രാമങ്ങളുടെ കൂട്ടായ്മയായ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.